ഇനി പശ്ചിമേഷ്യയിൽ സമാധാനം പിന്നെയും വിദൂര സ്വപ്നമായി തുടരുന്നു. നമുക്ക് ഒരു സമാധാനം, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ സമാധാനം കൈവരുന്നു എന്ന സൂചനകൾ ഇടയ്ക്ക് വന്നാലും അത് കാർമേഘം വന്ന് മൂടിക്കളയുന്നു, യുദ്ധത്തിൻ്റെ കാർമേഘം. ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ കുറച്ചുകൂടി കടുപ്പിക്കുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ്റെ കഷ്മ ദ്വീപിലെ സൈനിക കൺട്രോൾ സ്റ്റേഷനിൽ അമേരിക്കയുടെ വ്യോമാക്രമണം നടന്നു എന്നാണ് ഇപ്പോൾ വിവരം. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഈ നടപടിയെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറയുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സമാധാന കാംക്ഷികൾക്ക് എന്നും ഈ പ്രഭാതത്തിൽ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇറാനും. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ ശക്തമായ മിസൈൽ വ്യോമാക്രമണങ്ങൾ തുടരുന്നതായിട്ട് US സെൻട്രൽ കമാൻഡ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ നൽകുന്ന സൂചനകൾ പ്രകാരം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. US-ന്റെ സഖ്യരാജ്യങ്ങളായ കുവൈറ്റ്, ബഹ്റിൻ, ഇതുകൂടാതെ ഈ പേർഷ്യൻ ഗൾഫിലൂടെയൊക്കെ പോകുന്ന ഈ വാണിജ്യ കപ്പലുകൾ, അതിന്റെ നേരെയുമൊക്കെ ഇറാൻ വ്യാപകമായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായിട്ട് US സൈന്യം തന്നെ അറിയിച്ചിരിക്കുകയാണ്. കുവൈറ്റിലേക്കും അതുപോലെ ബഹ്റിനിലേക്കും ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇതിന്റെ തൊട്ടു പിന്നാലെ അമേരിക്ക തിരിച്ചടിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ മിസൈലുകളൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെന്നാണ് സെൻകോം വ്യക്തമാക്കുന്നത്. കുവൈറ്റിന് നേരെ 2 മിസൈലുകൾ വഴിമധ്യേ തകർന്നു വീണതായിട്ടും US സൈന്യം അവകാശപ്പെടുന്നു. ബഹ്റിനെ ലക്ഷ്യമാക്കി 3 മിസൈലുകൾ വന്നത് ബഹ്റിന്റെ വ്യോമ പ്രതിരോധ സേനകൾ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി കളഞ്ഞിരുന്നു. തുടർന്ന് അമേരിക്കൻ സൈന്യം കോഷ്മൻ ദ്വീപിലെ ഇറാന്റെ സൈനിക ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ തകർത്തു. അതേസമയം ഈ കോഷം ദ്വീപിൽ അമേരിക്ക നേരത്തെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് കുവൈറ്റിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഇതിനോട് പ്രതികരിക്കുന്നത്. 10ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ കുവൈറ്റിന് നേരെ പ്രയോഗിച്ചതായിട്ടാണ് IRGC അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. അമേരിക്കയ്ക്ക് ഇനിയും വലുത് വരാനിരിക്കുന്നതെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എസ്കെൻ, ബുധനാഴ്ച പുലർച്ചെയോടെ ഈ കോഷം ദ്വീപിലും അതുപോലെ അതിന്റെ പരിസരത്തും ഒക്കെ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായിട്ട് ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള മുസ്തഫ ഖൊമേനിയുടെ പ്രത്യേക പ്രതിനിധി ഈ ദ്വീപിൽ സന്ദർശനം നടക്കുന്നതിനിടയിലായിരുന്നു US സൈന്യത്തിന്റെ ഈ ആക്രമണം. എസ്കൻ, അതേസമയം ഇന്ന് US സെനറ്റിൽ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അവിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയ്ക്ക് ഇറാനുമായിട്ടുള്ള ഈ യുദ്ധത്തിന്റെ വിശദീകരണം നൽകേണ്ടി വന്നു. അദ്ദേഹം പറയുന്നത്, ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖൊമേനി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ചർച്ചകളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ടെന്നാണ്. ഇത് കൂടാതെ ഹോർമുസ് കടലെടുക്ക് തുറന്നാലും ഇറാനെതിരെയുള്ള ഉപരോധം നീക്കില്ലെന്നാണ് റൂബിയോ പറയുന്നത്. അത് മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഉപേക്ഷിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയുള്ളൂ എന്നാണ് ഇന്ന് സെനറ്റിന്റെ മുന്നിൽ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. കാരണം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം മുറുകുന്ന സമയത്ത് ഗൾഫ് നാടുകളിലേക്കുള്ള ഭീഷണി കൂടും. കുവൈറ്റ്, ഖത്തർ, അതുപോലെ തന്നെ UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് അസംഖ്യ മലയാളികൾ താമസിക്കുന്നു. അവരുടെ സമാധാനമാണ് കെട്ടുപോകുന്നത്. ഇതൊന്നും അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.